സൂറത്തുൻ നംല് പരിശുദ്ധ ഖുർആനിലെ 27-ാം നമ്പറായിട്ട് വരുന്ന സൂറത്ത്. അതിലെ ആയത്തുകളുടെ എണ്ണം 93. ഈ ഒരു നമ്പറും ക്രോഡീകരണവുമൊക്കെ അതിൽ ചില അത്ഭുതങ്ങൾ അത് ഞാൻ പറയാം. അതുപോലെ ചിലരൊക്കെ ചോദിക്കും, എന്താണ് ഈ സൂറത്തിനൊക്കെ ഇങ്ങനെ ഒരു ഉറുമ്പ്, തേനീച്ച ഇങ്ങനെയൊക്കെ പേര് കൊടുത്തിട്ട് യുക്തിവാദികളൊക്കെ ചിലപ്പോൾ പരിഹസിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ ഉറുമ്പുകൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയ കഴിവുകളെ പറ്റി നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? ഒരുപാട് പ്രത്യേകതകൾ നമുക്കതിൽ കാണാം. ഒന്നാമതായിട്ട്, ഈ ഉറുമ്പുകൾക്ക് എന്തെങ്കിലും ഒരു ധാന്യം കിട്ടിയാൽ തഫ്സീറുകൾ പറയുന്നത് കാണാം, അതിൻ്റെ താമസ സ്ഥലത്തേക്ക്, അതിൻ്റെ ഗുഹകളിലേക്ക് പോയിട്ട് ആ ധാന്യത്തിന് നേരെ കട്ട് ചെയ്യും, നേരെ പിളർത്തി 2 കഷ്ണാക്കും. എന്തിനാണത്? അത് മുളക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അത് മുളക്കാതിരിക്കാൻ. എന്നാൽ അവിടെ വേറൊരു അത്ഭുതകരമായിട്ട് മറ്റൊരു കാര്യം പറയുന്നത്, അതേ സമയത്ത് ഒരു മല്ലി വിത്താണ് ഉറുമ്പിന് കിട്ടിയതെങ്കിൽ അതിനെ 2 കഷ്ണമാക്കുന്നതല്ല, 4 കഷ്ണമാക്കിയിട്ട് പിളർത്തും. കാരണം മല്ലി വിത്ത് എന്ന് പറഞ്ഞാൽ അത് 2 കഷ്ണമാക്കിയാലും അത് മുള വന്ന് മുളക്കുമെന്നാണ്. പക്ഷെ 4 കഷ്ണമാക്കിയാൽ പിന്നെ അത് മുളക്കൂല. അപ്പം ഇത്രയും ഭയങ്കര ഒരു അത്ഭുതം അള്ളാഹു സുബ്ഹാനഹു വ തആല, ഇങ്ങനെയുള്ള ഒരു അറിവ് നൽകിയ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളൊന്ന് ചിന്തിച്ചു നോക്കി. അതുപോലെ പ്രത്യേകമായിട്ട് ഇതിൻ്റെ ജീവിതത്തിൽ, ഇതിൻ്റെ ഈ ഭക്ഷണ ശേഖരണത്തിലൊക്കെ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ, നമ്മൾ ആ ഉറുമ്പുകൾ ശേഖരിച്ച് വെച്ച ഭക്ഷണ വസ്തുക്കളിൽ ഈർപ്പം തട്ടി കേട് വരാതിരിക്കാൻ വേണ്ടിയിട്ട് അതെന്ത് ചെയ്യുമെന്നറിയോ? അഖ്റജത്ഹ ഇല ലവാഹിരിൽ അർദ്. അത് പകൽ സമയത്ത് വെയിലത്തേക്ക് കൊണ്ടുവന്നിട്ട് വെക്കും, അതിനെ ഉണക്കാൻ വേണ്ടിയിട്ടെന്നാ. അപ്പോൾ നമ്മളൊന്ന് ചിന്തിച്ച് നോക്ക്, നമ്മൾ അത്ഭുതപ്പെടുത്തുകയാണ്. ഉറുമ്പുകൾ അതിന് ഈർപ്പം തട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് കൊണ്ടുവന്നിട്ട് വെയിലത്ത് ഉണക്കുകയാണ്. ഇങ്ങനെയുള്ള അത്ഭുതങ്ങൾ. അതുപോലെ അതിൻ്റെ പ്രത്യേകമായൊരു ജീവിത രീതിയും അധ്വാനശീലവും അതും തഫ്സീറുകളൊക്കെ പറയുന്നുണ്ട്. അതായത് യജ്മഉ ഫിസ്സൈഫി തഅമശ്ശിതാ, അതിന് ചൂടുകാലത്ത് തണുപ്പ് കാലത്തേക്കുള്ള ഭക്ഷണങ്ങളൊക്കെ ശേഖരിച്ച് അതിൻ്റെ ഗുഹകളിൽ, അതിൻ്റെ പ്രത്യേകമായ താമസ സ്ഥലങ്ങളിൽ കൊണ്ടുവെക്കുന്നതാണ്. മാത്രമല്ല വലഹു ഫി ജംഇ ത്വആമി ഹിയലുൻ അജീബ, ഭക്ഷണം ശേഖരിച്ച് വെക്കുന്നതിൽ ഭയങ്കര അത്ഭുതമായ തന്ത്രങ്ങൾ തന്നെ അതിനൊക്കെ ഉണ്ടെന്നാണ്. അതിലൊരുപാട് ഉറുമ്പുകളുടെ ആ പഠനം നടത്തിയാൽ ഒരുപാട് അത്ഭുതങ്ങൾ നമുക്ക് കണ്ടെത്താൻ പറ്റും. അതുപോലെ ഉറുമ്പുകളുടെ പ്രത്യേകമായ ഒരു സ്വഭാവമാണ് സാമൂഹികമായ ഒരു ജീവിതം, ഒരു സംഘടിത ശക്തി, ഒരു ടീം വർക്ക്, ചിട്ടയായ പ്രവർത്തനം. ഇതൊക്കെ നമുക്കതിൽ കാണാം. ഇന്നഹ തജ്തമിഉ ഫിൽ ജമാഅത്തിൽ കസീറ, ഒന്നിച്ച് അത് നിൽക്കും. വതുഈനു ബഅദുഹാ ബഅദൻ ഫി ഹംലിൽ അസ്ഖാൽ, ഭാരങ്ങൾ ചുമക്കുന്നതിന് വേണ്ടിയിട്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിച്ചുകൊണ്ട് വലിയ ഭാരങ്ങൾ ചുമന്നുകൊണ്ടുവരും. മാത്രമല്ല അവരുടെ കൂട്ടത്തിൽ പ്രത്യേകം ഒരു റാണി, അതുപോലെ ജോലിക്കാർ, ഇങ്ങനെ പല പാർട്ടായിട്ടുണ്ട് എന്നാണ്. ഇതൊക്കെ ഭയങ്കര അത്ഭുതമാണ് ഉറുമ്പുകളുടെ ജീവിതത്തിൽ. മാത്രമല്ല ഭയങ്കര ഘ്രാണശക്തി, നമ്മൾ വാസന എത്ര വളരെ ദൂരത്ത് നിന്ന്, തശുമ്മുർ റായിഹത്ത മിൻ മസാഫത്തിൻ ബഈദ, വളരെ ദൂരത്ത് നിന്ന് അത് വാസന, അതിൻ്റെ മണം പിടിച്ചെടുക്കുന്ന. മനസ്സിലായില്ലേ? നമുക്കറിയാലോ, ഏതെങ്കിലും ഒരു ജീവി ചത്തു കഴിഞ്ഞാൽ അവിടത്തേക്ക് ആദ്യം തന്നെ ഇവർ ലൈനായിട്ട് വരുന്നത് കാണാം. ഇത് അവിടെ ചത്തിട്ട് ഒരു അല്പസമയം കഴിയുമ്പോൾ തന്നെ അതിൻ്റെ വാസന, അല്ലെങ്കിൽ ഒരു മനുഷ്യൻ തന്നെയാണെന്ന് വിചാരിക്കട്ടെ, മരണപ്പെട്ട് കഴിഞ്ഞാൽ മയ്യത്ത് വെച്ച കട്ടിലിൻ്റെ അടിയിൽ പാത്രങ്ങളിൽ ഇങ്ങനെ വെള്ളം വെക്കുന്നതാണ്. എന്തിനാണ്? ആ ഉറുമ്പുകൾ ആ വാസന പിടിച്ചു വരും. ഉറുമ്പുകൾ കയറാതിരിക്കാനാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ചിന്തിച്ച് നോക്കിയേ. ഇനി ഫൈദ വജദത്ത് ശൈഅൻ മിന ത്വആമി, ഭക്ഷണം ഏതെങ്കിലും ഒരു ഉറുമ്പിന് കിട്ടിയാൽ ബാക്കിയുള്ള ഉറുമ്പുകളെയും കൂടെ അത് വിളിച്ചു കൂട്ടിക്കൊണ്ടുവരുന്ന. എന്നിട്ട് അവരെല്ലാം കൂടി സഹകരിച്ചിട്ട് അതിൻ്റെ മാളത്തിലേക്ക് കൊണ്ടുപോകും. ഇന്ന് ഭക്ഷണത്തിലേക്ക് എത്തുന്ന ഒരു പ്രത്യേകമായ ഒരു ശൈലി, അതും പണ്ഡിതന്മാർ പറയുന്നുണ്ട്. അതായത് ഒരു വാസന കിട്ടിയാൽ അതിലേക്ക് ബിദിഖത്തിൻ മുതനാഹിയ, അതീവ കൃത്യതയോട് കൂടിയിട്ട് അത് സഞ്ചരിക്കുന്നതാണ്. ഉറുമ്പുകൾ അതീവ കൃത്യതയോടുകൂടി സഞ്ചരിക്കും. കൃത്യമായ ഒരു ലൈനിലൂടെ അത് സഞ്ചരിക്കും. കഅന്ന ബൈനഹ ഖൈത്തൻ മംദൂദൻ,
ഒരു നൂല് ഇങ്ങനെ പിടിച്ചു വെച്ചിട്ടുണ്ടെന്ന് തോന്നും അതിങ്ങനെ സഞ്ചരിക്കുന്നത് കണ്ടാൽ. അപ്പം അത്രയും വലിയ അത്ഭുതങ്ങൾ ഇതിൽ നമുക്ക് കാണാം ഈ ഉറുമ്പിൻ്റെ ജീവിത ശൈലിയിൽ. ഇനി അത് മാത്രമല്ല, പിന്നെ തുമയ്യിസു ബൈന അൻവഇൽ ഹുബൂബ് ബിറായിഹത്തിഹ, ഈ വാസന മനസ്സിലാക്കിക്കൊണ്ട് ഏത് ധാന്യമാണ് അവിടെ കിടക്കുന്നുള്ളത് എന്നത് തിരിച്ചറിയാൻ കഴിയുമെന്നാണ് ഉറുമ്പിനിക്ക്. മാത്രമല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനിക്ക് നൽകിയ ഒരു കഴിവാണ് ജഅല ലഹ മിനൽ ഖുവ്വതി വൽ ഹിസ്സി മാ തുമയ്യിസു ബിഹി ബൈന നാഫിഇ വദ്ദാരി. അതായത് അതിന് പ്രത്യേകമായ ഒരു ഇന്ദ്രിയ ശക്തി, അതുപോലെ പ്രത്യേകമായ ഒരു കഴിവ്. എന്താണ്? ഏതാണ് ഉപകാരപ്രദമായത്, അതുപോലെ ഏതാണ് അതിനിക്ക് ഉപദ്രവം ബുദ്ധിമുട്ടായിട്ടുള്ളത്, ഇതൊക്കെ തിരിച്ചറിയാനുള്ള കഴിവും അള്ളാഹു സുബ്ഹാനഹു വ തആല അതിന് കൊടുത്തിട്ടുണ്ട് എന്നാണ്. അതുപോലെ നമുക്കറിയാലോ, ഇത് ഭാരം, വലിയ ഭാരങ്ങൾ ചുമക്കും, എത്രയോ ഇരട്ടി വലിപ്പമുള്ളതൊക്കെ. അതായത് ഒരു മനുഷ്യൻ, ആ മനുഷ്യന്റെ എത്രയോ, നമുക്ക് നമ്മളെ ഭാരത്തിന് യോജിച്ചത് തന്നെ ചുമക്കാൻ കഴിയില്ല. അങ്ങനെ ഒരുപാട് പ്രത്യേകതകളും ഒരുപാട് അത്ഭുതങ്ങളും ഈ ചെറിയ ജീവിയിലൂടെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. ഇനി ഈ സൂറത്തുൻ നംലിൽ പിന്നെ ഈ ഉറുമ്പിൻ്റെ ചരിത്രം പറയുന്നത് കാണാം. ബഹുമാനപ്പെട്ട സുലൈമാൻ നബി അലൈഹിസ്സലാം സൈന്യവുമായിട്ട് സഞ്ചരിക്കുമ്പോൾ ഒരു ഉറുമ്പിൻ്റെ സംസാരം കേട്ട ചരിത്രം ഖുർആനിൽ പറയുന്നത് കാണാം. സൂറത്തുൻ നംലിലെ 18-ാമത്തെ ആയത്തിൽ, ഹത്താ ഇദാ അതൗ അലാ വാദിൻ നംലി ഖാലത് നംലത്തുൻ യാ അയ്യുഹൻ നംലു ഉദ്ഖുലൂ മസാകിനകും ലാ യഹ്തിമന്നകും സുലൈമാനു വജുനൂദുഹു വഹും ലാ യശ്ഉറൂൻ. ഈ ആയത്തിൽ ഉറുമ്പിൻ്റെ ഒരു ലീഡർ അനുയായികളെ വിളിച്ചുകൊണ്ട്, ഉറുമ്പിൻ്റെ ലീഡർ ബാക്കിയുള്ളവരെ വിളിച്ചുകൊണ്ട് പറയാണ്, ഉറുമ്പുകളെ ഇതാ ശ്രദ്ധിക്കണം, യാ അയ്യുഹൻ നംലു ഉദ്ഖുലൂ മസാകിനകും, നിങ്ങൾ നിങ്ങളുടെ മാളങ്ങളിലേക്ക്, നിങ്ങളുടെ താമസ സ്ഥലങ്ങളിലേക്ക് എത്രയും പെട്ടെന്ന് പ്രവേശിക്കണം. ലാ യഹ്തിമന്നകും സുലൈമാനു വജുനൂദുഹു, സുലൈമാൻ നബി അലൈഹിസ്സലാമും സൈന്യവും വരുന്നുണ്ട്. അവര് വഹും ലാ യശ്ഉറൂൻ, അവർ ശ്രദ്ധിക്കാതെ നിങ്ങളെ ചവിട്ടി അരച്ചു കളഞ്ഞേക്കും. അതുകൊണ്ട് നിങ്ങളെല്ലാവരും എത്രയും പെട്ടെന്ന് നിങ്ങളുടെ മാളങ്ങളിലേക്ക്, നിങ്ങളുടെ താമസ സ്ഥലങ്ങളിലേക്ക് പ്രവേശിക്കണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു സംസാരം കേട്ടപ്പോൾ സുലൈമാൻ നബി അലൈഹിസ്സലാം അത്ഭുതപ്പെടുകയും അതിൻ്റെ സംസാരം കേട്ടുകൊണ്ട് ചിരിക്കുകയും ചെയ്തു എന്ന് ഖുർആനിൽ തന്നെ കാണാം. എന്നിട്ട് സുലൈമാൻ അലൈഹിസ്സലാം അവിടെ പ്രത്യേകം ദുആ ചെയ്യുന്നുമുണ്ട്. റബ്ബി ഔസിഅനി അൻ അഷ്കുറ നിഅമതക അല്ലതി അൻഅംത അലയ്യ വഅലാ വാലിദയ്യ വഅൻ അഅമല സാലിഹൻ തർദാഹ് വഅദ്ഖിൽനി ബിറഹ്മതിക ഫീ ഇബാദിക സാലിഹീൻ. ഈ ദുആ നമ്മളും പഠിച്ചു വെക്കുന്നത് നല്ലതാണ്. അല്ലാഹുവേ, നീ ചെയ്തു തന്ന അനുഗ്രഹങ്ങളുടെ മേൽ നന്ദി ചെയ്യാനുള്ളൊരു മനസ്സും അതിനുള്ള തൗഫീഖും നീ എനിക്ക് നൽകണം, എനിക്കും എൻ്റെ മാതാപിതാക്കൾക്കും. അതുപോലെ എനിക്കൊരുപാട് നീ ഇഷ്ടപ്പെടുന്ന സൽക്കർമ്മങ്ങൾ ചെയ്യാനും നീ എനിക്ക് തൗഫീഖും അതിനുള്ള മനസ്സൊക്കെ എനിക്ക് നൽകണം. അതുപോലെ നിൻ്റെ റഹ്മത്ത് കൊണ്ട് നിൻ്റെ സ്വാലിഹീങ്ങളുടെ കൂട്ടത്തിലേക്ക് എന്നെ നീ ചേർക്കണം. ഇവിടെ നമ്മളൊന്ന് ശ്രദ്ധിച്ചു നോക്കുക. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ 27ഉം 93ഉം ഈ ആയത്ത്, 18-ാമത്തെ ആയത്ത്, അതിലാണ് ഈ ഉറുമ്പിൻ്റെ ചരിത്രം പറയുന്നത് അല്ലേ. ഉറുമ്പിനെ പറ്റി പറയുന്ന ഖുർആനിലെ ഒറ്റ ആയത്ത് 3 പ്രാവശ്യം, അതിൽ നംല് എന്ന് 2 പ്രാവശ്യവും നംലത്ത് എന്ന് 1 പ്രാവശ്യവും, ഇങ്ങനെ 3 പ്രാവശ്യമായിട്ട് ഉറുമ്പിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. ഈ ചരിത്രം പറഞ്ഞ ഈ ആയത്ത് മുതൽ നമ്മൾ ഈ ചരിത്രത്തിൻ്റെ അവസാനം വരെ, ഈ ആയത്ത് മുതൽ, അതായത് 18-ാമത്തെ ആയത്ത്, ഈ ഉറുമ്പിനെ പറ്റി പറഞ്ഞ ആയത്തുണ്ടല്ലോ, അവിടം മുതൽ ഇതിൻ്റെ ഈ ചരിത്രത്തിൻ്റെ അവസാനം വരെ, ഈ ചരിത്രം എന്ന് പറഞ്ഞാൽ ഈ സുലൈമാൻ നബി അലൈഹി സ്വലാമുമായി ബന്ധപ്പെട്ട ചരിത്രങ്ങൾ പറയുന്നതിൻ്റെ അവസാനം വരെ നോക്കിയാൽ അത് 44-ാമത്തെ ആയത്തിൽ അത് ഈ സുലൈമാൻ അലൈഹി സ്വലാമിൻ്റെ ചരിത്രം അവസാനിക്കുന്നത് കാണാം. പിന്നെ തുടങ്ങുന്നത് സ്വാലിഹ് നബി അലൈഹി സ്വലാമിൻ്റെ ചരിത്രമാണ് 45-ാമത്തെ ആയത്തിൽ. അപ്പോൾ ഞാൻ പറഞ്ഞത് ഈ 18-ാമത്തെ ആയത്ത് മുതൽ 44-ാമത്തെ ആയത്ത് വരെ നമ്മളൊന്ന് കൂട്ടി നോക്കിയാൽ അത് കറക്റ്റ് 27 ആയത്തുകളായിട്ട് നമുക്ക് കാണാൻ പറ്റും. നമ്മൾ ഈ സൂറത്തിൻ്റെ തർത്തീബ് ഓർഡർ പ്രകാരം ഫസ്റ്റ് മുതൽ തർത്തീബായിട്ട് ഈ സൂറത്തിൻ്റെ നമ്പർ 27ആണ്. ഈ നമ്മളിപ്പോൾ പറഞ്ഞ 18-ാമത്തെ ആയത്ത് മുതൽ ഈ ചരിത്രം, സുലൈമാൻ നബി അലൈഹി സ്വലാമിൻ്റെ ചരിത്രം അവസാനിക്കുന്നത് വരെ ഉപയോഗിച്ച ആയത്തുകളുടെ എണ്ണം
27. അത് മാത്രമല്ല, അതിൻ്റെ കൂടെ വേറൊരു കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കുക. നമ്മൾ അത്ഭുതപ്പെടുന്ന ഒരു കാര്യം, ഈ സൂറത്തിൻ്റെ തുടക്കം എങ്ങനെയാണ്? താസീൻ അല്ലേ? ഹുറൂഫുൽ മുഖത്തഅ, താ സീൻ, 2 ഹർഫുകളാണ് ഉപയോഗിച്ചത്. അപ്പോൾ ഇവിടെ താ എന്ന ഹർഫ് നമ്മളൊന്ന് ശ്രദ്ധിച്ചു നോക്കുക. താ എന്ന ഹർഫ് ഈ സൂറത്തിൽ മൊത്തത്തിൽ നമ്മൾ എണ്ണി നോക്കിയാൽ എത്ര പ്രാവശ്യം ഉപയോഗിച്ചിട്ടുണ്ട്? കറക്റ്റ് 27 തവണ. താ എന്ന ഹർഫ് 27 തവണ. ഇനി നമ്മൾ ഈ സൂറത്തിൽ പിന്നെ താ സീൻ, രണ്ടാമത് ഉപയോഗിച്ച അക്ഷരം സീൻ, ഈ താ സീൻ എന്നതിനൊക്കെ ഒരുപാട് മുഫസ്സിരീങ്ങൾ വ്യാഖ്യാനങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതൊന്നുമല്ല ഞാൻ പറയുന്നത്. ഇവിടെ സീൻ നമ്മളൊന്ന് നോക്കിയാൽ സീൻ എന്ന ഹർഫ് ഈ സൂറത്തിൽ ടോട്ടൽ എത്ര പ്രാവശ്യം ഉപയോഗിച്ചു? സീൻ എന്നത് സുബ്ഹാനല്ലാഹ് 93 പ്രാവശ്യം. 93 എന്നത് എന്താണ്? ഈ സൂറത്തിൻ്റെ ടോട്ടൽ ആയത്തുകളുടെ എണ്ണമാണ്. സൂറത്തുൻ നംലിൽ ടോട്ടൽ ആയത്തുകൾ എത്രയാണ്? 93. അപ്പോൾ ഈ സീൻ എന്ന ഹർഫ് ഉപയോഗിച്ചത് 93 പ്രാവശ്യം, ത്വ എന്ന ഹർഫ് ഉപയോഗിച്ചത് 27 പ്രാവശ്യം. അപ്പോൾ ഈ സൂറത്തിൻ്റെ തർത്തീബ് 27. അപ്പോൾ ഇങ്ങനെ ഇതൊക്കെ കണക്കുകളൊക്കെ, ഈ ക്രമീകരണം നോക്കുമ്പോൾ നമ്മൾക്ക് ഒരു അത്ഭുതം തോന്നുന്നില്ലേ? അള്ളാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ ഒരുപാട് ക്രമീകരണങ്ങളിലുള്ള, ഒരുപാട് ഇങ്ങനെയുള്ള കണക്കുകളിലൊക്കെ ഒരുപാട് അത്ഭുതങ്ങൾ നമുക്ക് തോന്നുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ സൃഷ്ടികളിലൂടെ അവൻ്റെ ഖുദ്റത്ത് മനസ്സിലാക്കുവാനും അവനെ വഴിപ്പെട്ട് ജീവിക്കുവാനും നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ എല്ലാ ദൃഷ്ടാന്തങ്ങളും മനസ്സിലാക്കി അള്ളാഹുവിനെ ഭയപ്പെട്ട് അള്ളാഹുവിനെ വഴിപ്പെട്ട് ജീവിക്കാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ.